വെൽക്കം ബാക്ക് പറഞ്ഞിട്ട് എന്ത് പറയണ്ടേ? യൂട്യൂബ് ചാനൽ എന്നിട്ട് ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചിക്കൻ വറുത്തരച്ച കറിയാണ്. അപ്പം ചിക്കൻ കറിക്ക് ഞാൻ ഏകദേശം ഒരു 2 വലിയ ഉള്ളിയാണ്, വലിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് ചിക്കന് തേങ്ങ വറുത്തിട്ട് അരക്കാതെ പിന്നെ ഒരു വറവ് പോലെ എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നോമ്പിനെല്ലാം ഇതുപോലെയുള്ള കറി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇന്നലെ ചരച്ച തേങ്ങയാണ്, അതുകൊണ്ട് ഇന്ന് വെള്ളമില്ല. നാളെ ചരക്കുമ്പോൾ മുഴുക്ക് വെള്ളം തരാട്ടാ. അപ്പോൾ ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്ത് ഇതിതാ ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാൻ ചെയ്യുന്നത്. ഒരു 4 പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 4 അല്ലിയൊക്കെ മതിയാവും. അപ്പം വെളുത്തുള്ളി അപ്പം ഇത് പിന്നെ ദുബായിലത്തെ വെളുത്തുള്ളിയാണ്. നാട്ടിൽ വെളുത്തുള്ളിക്ക് വില കൂടിയപ്പോൾ ഞാനങ്ങ് ദുബായിൽ നിന്ന് വരുത്തിച്ചതാണ് ഈ വെളുത്തുള്ളി. അപ്പം ഇതാ ഏകദേശം ഒരു 4 വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഇത്താത്ത ഷാർജയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഷാർജ അബുദാബിയൊക്കെ പോയി വരുമ്പം വെളുത്തുള്ളി, ഇഞ്ചി അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. നാട്ടിൽ നിന്ന് ചെറിയ വെളുത്തുള്ളിയല്ല കിട്ടുന്നത്. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊലി കളയാനും പിന്നെ എളുപ്പമായതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരുത്താണ്. അപ്പം ഇതാ ഇതിനെ അരച്ചിട്ട് വരാം. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, അതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു പാന് വെച്ച് കൊടുക്കുക, പാത്രം. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് പിന്നെ കോക്കനട്ട് ഓയിൽ, എണ്ണ ചൂടായിട്ട് വരുമ്പം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം പിന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി വഴറ്റെടുക്കുന്ന സമയം കൊണ്ട് ഞാനിതാ തേങ്ങ, ഒരു അരമുറി തേങ്ങയുണ്ട്, അതൊന്ന് വറുത്തെടുക്കാൻ ചെയ്യുന്നത്. നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്ത് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. പത്തലിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല കോമ്പിനേഷനാണ് പത്തലും പിന്നെ ഈ കറിയും. പിന്നെ നെയ്പ്പത്തിരിക്കും നല്ല കോമ്പിനേഷനാണ്. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ നല്ല മണം വരും. തേങ്ങ വറുക്കുന്ന മണം നല്ല രസമാണ് മണം. തീ കുറച്ച് ചെറുതിൽ വഴറ്റിയെടുക്കാം. തീ കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തീ കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ഉള്ളി പൊരിയുന്നുണ്ട്. ഉള്ളി ഏകദേശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. ഇത് പെട്ടെന്ന് ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഉള്ളി സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം.
ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ തേങ്ങയും നല്ല ഏകദേശം നല്ല എന്താ പറയലേ പൊരിഞ്ഞിട്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഏകദേശം നല്ല വറന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം, ബാക്കി ആ ചൂടിൽ തന്നെ ആയിക്കോളും. അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യാം. ഇഞ്ചിയും തക്കാളിയും വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം നല്ലോണം വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വഴറ്റിയെടുത്താൽ മതി. ഇത് കരിയാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തീ ഒന്ന് ചെറുതാക്കിയിട്ട് അടച്ചു വെച്ചാൽ നല്ല പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ഇനിയിപ്പം തേങ്ങൻ്റെ ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വറുത്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് തേങ്ങനെ. ഇത് ഇതേ പാനിൽ തന്നെ പൊടികൾ വറുത്തെടുക്കാം. അപ്പം ഞാൻ പൊടികൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2 സ്പൂണ് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് അധികം എരിവില്ല, നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൗഡർ, പിന്നെ ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, അതും കൂടി 1 സ്പൂൺ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെയും വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീ ചെറുതാക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ചൂടായാൽ തീ ഓഫ് ചെയ്താൽ ബാക്കി ആ ചൂട്ടിൽ തന്നെ കിടന്ന് പൊരിഞ്ഞ് നല്ല റോസ്റ്റായിട്ട് വരും പൊടി. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓവർ തീയാണെങ്കിൽ, തീ കുറച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ വറുത്ത പൊടിയും പിന്നെ ചിക്കനും ആവശ്യത്തിന് ഉപ്പും കൂടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ചിക്കൻ വേവാൻ ആവശ്യമില്ല, വെള്ളം കൂടി ചേർക്കണം. അതും കൂടി ചേർത്തിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. വറുത്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒന്നും കൂടി സമയം കൂടി തിളപ്പിക്കാം. ഒന്ന് കുറുകി വരും. നല്ല അടിപൊളി ടേസ്റ്റി കറി റെഡിയായി. ഇനി ഇപ്പം ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി തേങ്ങ വറുത്ത കറി റെഡിയായി.
അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.